വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെ. ഞാൻ ഇന്ന് നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് ചേർക്കേണ്ട ചേരുവകൾ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. ശകലം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പട്ടയും ജീരകവും ഗ്രാമ്പും ഏലക്കായും എല്ലാം കൂടി പൊടിച്ച മസാലപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് തേങ്ങ വറുത്തരച്ച് വെച്ചാണ് ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി എൻ്റെ കിച്ചൺ വീഡിയോയിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് വന്നിട്ട് വീണ്ടും കാണുന്നതാണ്. തേങ്ങ വറുത്തുള്ള നാടൻ ചിക്കൻ കറിയാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ കടു താളിക്കാൻ പോവുകയാണ്. കടു താളിച്ച് ഇറച്ചി ഒന്ന് എണ്ണയിലിട്ട് താളിക്കണം. താളിച്ചാലേ അതിൻ്റെ ചെവ മാറി കിട്ടുള്ളൂ. ടൊമാറ്റോ, ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഞാൻ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനെ കൂടി ഒന്ന് ഇറച്ചിയിലൊന്ന് ഇടണം. തേങ്ങ ചുവന്ന് വരുന്നുണ്ട്. ഈ തേങ്ങയുടെ കൂടെ മുളക് പൊടി ഇടണം. കൂടുതൽ ചുവന്ന് കഴിഞ്ഞാൽ കറിക്കൊരു ചെവ വരും. അതുകൊണ്ട് ചെറിയ രീതിയിൽ ചുമന്നാൽ മതി. കുറച്ച് മസാലപ്പൊടി, ഇത് കുരുമുളകും ഏലക്കായും എല്ലാം കൂടി ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ മസാല. വെച്ച് അരച്ച് ഈ കറി വയ്ക്കാൻ പോവുകയാണ്. ശകലം നെയ്യും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ കറിക്കൊരു ടേസ്റ്റ് കൂടും. ശകലം നെയ്യ്, ഒരുപാടൊന്നും വേണ്ട, ശകലം മതി. ശകലം നെയ്യും കൂടി വയ്ക്കുമ്പോൾ നാടൻ ചിക്കൻ കറിയാണ്. അപ്പം ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമ്മൾ ചേർക്കുകയാണ്. മിക്സിയിൽ അരയ്ക്കാൻ പോകുന്നില്ലേ, കറിക്കൂട്ടിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കും. നല്ല ചെവ വരും.
ഏത് കറിക്ക് ഉപയോഗിക്കുമ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം വേണം ഉപയോഗിക്കുക, എന്നാലേ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുമ്പോൾ പച്ചവെള്ളം ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും നല്ലത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വേണം ഈ ഇറച്ചിക്ക് മീനിനുമൊക്കെ നമ്മൾ അരയ്ക്കാം. പച്ചവെള്ളം ഉപയോഗിക്കുമ്പം ആ കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇനി ഞങ്ങൾ കറി കടുക് ഇറച്ചിയിലോട്ടിടുകയാണ്. ഇങ്ങനെ നല്ല നാടൻ ചിക്കൻ കറി വരാൻ പോവുകയാണ്. മുളക് താളിക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. കടുകിൻ്റെ കൂടെ മുളക് ഇടുന്നത് ഒരു ടേസ്റ്റ് കിട്ടും. വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളം വീറ്റ് വേണം നമ്മളിത് കറിക്ക് ഉപയോഗിക്കാൻ. പച്ചവെള്ളം ഒരിക്കലും അരച്ച് വെച്ചിരിക്കുന്ന കറിയിൽ നമ്മൾ ഉപയോഗിക്കില്ല, എന്നാൽ ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് പോകും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. ആ കൈ കൊണ്ടൊക്കെയാണ് ഞാൻ എല്ലാം ചെയ്യണത്. എൻ്റെ കറി റെഡിയാവാൻ പോവുകയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. കൂടി ഞാൻ ഇടട്ടെ. നമ്മൾ കണക്കൊന്നുമില്ല, കൈ കൊണ്ടൊരു ചെറിയ അളവ്, അങ്ങനെ ഒരു കണക്കില്ല. അത് നമ്മളെന്നും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ അളവിനെ കുറിച്ച് അറിയാം. ഇത്രയ്ക്ക് ഇത്ര എന്നുള്ളൊരളവുണ്ട്. ആ അടിപൊളി നാടൻ ചിക്കൻ കറി. ഇനി ഒന്ന് കടുക് താളിച്ചിടുകയാണ്.